ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു ജനവിധിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതിശക്തമായി LDF തിരിച്ചു വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം LDFിന്റെ വിശ്വാസം, LDFിലുള്ള ജനങ്ങളുടെ വിശ്വാസം, അതിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ചില കാര്യങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ആ തെറ്റിദ്ധാരണയൊന്നും ശാശ്വതമായി നിൽക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, ജനങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഒപ്പം ഞങ്ങളുണ്ടാകും. അതാണ് എല്ലാ കാലത്തും ജനങ്ങളും ഞങ്ങളും തമ്മിലുള്ള പാരസ്പര്യ ബന്ധത്തിനിടയാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് ഞങ്ങളുടെ കരുത്ത്. നമ്മുടെ നാട് നേരിടുന്ന ഗൗരവമായ പ്രശ്നങ്ങൾ ഇവിടെ വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നാട് നീങ്ങുന്നുവെന്ന് ശങ്കിക്കേണ്ടതായിട്ടുണ്ട്. പൊതുവെ ഉയർന്നു വന്നിട്ടുള്ള ലോക സാഹചര്യവും രാജ്യത്തെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടുകളും കേരളത്തെ വലിയ തോതിൽ പ്രശ്നങ്ങളുടെ സംസ്ഥാനമാക്കി മാറ്റുകയും ഒരു ഭാഗത്ത് ഇന്ധന വില വർധനവിലൂടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വൻതോതിൽ വർദ്ധിക്കുകയാണ്. നമ്മുടെ ജനങ്ങളുടെ സാധാരണ നിലക്കുള്ള ജീവിതം ദുസ്സഹമായി മാറും. ഇവിടെ ജീവിച്ച ആളുകൾക്ക് ഇന്നലെ വരെ ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക പിന്തുണ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ നൽകുന്ന പിന്തുണയായിരിക്കും. അത് ഏതെല്ലാം തരത്തിൽ തുടരും, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, വലിയ ആശങ്ക എല്ലാ കുടുംബങ്ങളിലും പരന്നിരിക്കുന്നു. മിക്കവാറും കുടുംബങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രവാസി ബന്ധമുള്ളവരാണ്. ഗൾഫ് മേഖലയിലുള്ള പ്രവാസികൾ അനുഭവിക്കുന്ന പ്രതിസന്ധി അവരുടെ വരുമാനത്തെ ബാധിക്കുന്നു, തൊഴിലിനെ ബാധിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ഭാവി അതും വൻതോതിൽ അനിശ്ചിതത്വരാകുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കേണ്ടത് ഇന്ത്യ ഗവൺമെന്റാണ്. പക്ഷേ ആ ഗവൺമെന്റിന് അത്തരത്തിൽ നടപടി സ്വീകരിക്കാൻ കഴിയുന്നില്ല. അതിന് കഴിയണമെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരായ അമേരിക്കൻ സാമ്രാജ്യത്വത്തെ കുറ്റപ്പെടുത്തേണ്ടി വരും. നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തെ പൂർണ്ണമായും പിന്താങ്ങുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. ഇറാന് നേരെ അമേരിക്ക അഴിച്ചുവിട്ട യുദ്ധം, ആ യുദ്ധം വലിയ തോതിൽ അന്താരാഷ്ട്ര മര്യാദകളുടെ ലംഘനമാണ്. ദീർഘകാലമായി നമ്മുടെ രാജ്യവുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാഷ്ട്രമാണ് ഇറാൻ. പക്ഷേ നമുക്ക് ഇറാന്റെ കൂടെ നിൽക്കാൻ കഴിയുന്നില്ല. ഇറാനെ ആക്രമിച്ചത് തെറ്റാണെന്ന് പറയാൻ കഴിയുന്നില്ല. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ സഹായത്തോടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹൃതമാകുമെന്നാണ് കണക്കാക്കിയിരുന്നത്. അതെല്ലാം തീർത്തും പാളിപ്പോയിരിക്കുന്നു. ഒരു ഭാഗത്ത് എണ്ണ വില കൂടുന്നു, മറ്റൊരു ഭാഗത്ത് ഗ്യാസ് പോലുള്ള ഇന്ധനങ്ങളുടെ ക്ഷാമം പെരുകുന്നു. നമ്മുടെ അടുക്കളകളെയും ഹോട്ടലുകളെയും എല്ലാം ഇത് വൻതോതിലാണ് പ്രതികൂലമായി ബാധിക്കുന്നത്. ഇത്തരം ഘട്ടത്തിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ട സംസ്ഥാന സർക്കാരിന് അതിനനുസൃതമായി ഉണരാനും പ്രവർത്തിക്കാനും കഴിയുന്നില്ല. ഇതിന്റെ ഭാഗമായുള്ള പ്രയാസങ്ങൾ നാട്ടിലെ ജനങ്ങൾ കൂടുതലായി അനുഭവിക്കേണ്ടി വരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരമൊരു സാഹചര്യം ഞങ്ങള് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പരാജയം എല്ലാറ്റിനെയും അവസാനമായിട്ട് ഞങ്ങൾ കാണുന്നില്ല എന്ന്. പുതിയ ഗവൺമെന്റിനെ കുറിച്ച് ഞങ്ങൾ ക്രിയാത്മകമായ സമീപനമാണ് ഉണ്ടാവുക എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഗവൺമെന്റിനോട് ഏതെങ്കിലും തരത്തിലുള്ള നശീകരണ ബുദ്ധിയോടെയുള്ള സമീപനമല്ല LDF സ്വീകരിക്കാൻ പോകുന്നത്. കാരണം ഞങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷം ഈ നാടിന്റെ ഉന്നമനത്തിനും ജനങ്ങളുടെ
പുരോഗതിക്കും ക്ഷേമത്തിനും വേണ്ടിയുള്ള നടപടികളാണ് നടപ്പാക്കിയത്. അതിന് നല്ല ഫലം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അനുഭവത്തിൽ കാണാൻ കഴിയുന്നത്. ആ നടപടികൾ വിവിധ പദ്ധതികളായി നമ്മുടെ നാടിന്റെ മുന്നിലുണ്ട്. ആ പദ്ധതികളോടുള്ള പുതിയ ഗവൺമെന്റിന്റെ സമീപനം എന്ത് എന്നത് സ്വാഭാവികമായും നാടാകെ വീക്ഷിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കിയതാണ് നാടിന്റെ താല്പര്യത്തിനനുസൃതമായ പുരോഗതിക്ക് സഹായകരമായ നടപടികളും പദ്ധതികളും സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയ കലവറയില്ലാതെ അത്തരം കാര്യങ്ങൾക്ക് LDFന്റെ പിന്തുണയുണ്ടാവും. എന്നാൽ നാടിന്റെ താല്പര്യത്തിനോ ജനങ്ങളുടെ പുരോഗതിക്കും ക്ഷേമത്തിനോ എതിരായ നടപടികളാണ് സ്വീകരിക്കുന്നതെങ്കിൽ അവയെ അതിശക്തമായി എതിർക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കാനാണ് LDF തയ്യാറാകുന്നത്. നേരത്തെ തന്നെ ഇത് വ്യക്തമാക്കിയതാണ്. ഇപ്പോ പുതിയ ഗവൺമെന്റിനെ കുറിച്ച് പൂർണ്ണമായ ഒരു വിലയിരുത്തലിനുള്ള സമയമായിട്ടില്ല. തുടക്കം എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചുള്ള ആദ്യ പ്രതികരണങ്ങൾ ഞങ്ങൾ ഇതിനകം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട് അനുഭവിക്കുന്ന ഏറ്റവും ഗൗരവമായ വിഷയം കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയാണ്. സംസ്ഥാനങ്ങളോട് വല്ലാത്ത അവഗണനയാണ്. രാജ്യം അംഗീകരിച്ച ഫെഡറലിസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന സമീപനം, ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് തുടർന്നു വരുന്നത്. ആ സമീപനം വ്യക്തമായി അറിയാവുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. കാരണം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകൾ രാജ്യത്ത് വേറെയുമുണ്ട്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ നയപ്രഖ്യാപനത്തിൽ കേന്ദ്രം സ്വീകരിക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു പരാമർശവും കാണാൻ നമുക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് അത്തരമൊരു പരാമർശമില്ലാതിരുന്നത് എന്ന് അങ്ങേയറ്റം സംശയമുളവാക്കുന്ന കാര്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് തുറന്നു വരുന്ന തെറ്റായ ഫെഡറലിസത്തിനെതിരായുള്ള സമീപനത്തെ തുറന്നു കാണിക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുള്ളതാണ്. ആ ബാധ്യത നിറവേറ്റാനായില്ല എന്നതാണ് കാണാൻ കഴിയുക. നമ്മുടെ കേരളത്തിന്റെ യശസ് വലിയ തോതിൽ ഉയർത്തിയ ഒട്ടേറെ പദ്ധതികൾ, ആ പദ്ധതികളോടുള്ള തുടർ സമീപനം, അതും നയപ്രഖ്യാപനവും മൗനവും, അത് ആളുകളിൽ വലിയ തോതിലുള്ള ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. ഏതായാലും അത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റ് കൃത്യമായ നയമില്ലാത്ത ഒരു നയപ്രഖ്യാപനമാണ് നടത്തുന്നത് കാണാൻ കഴിയുന്നത്. അത് പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ കാര്യമാണ്. ഇത് തിരുത്താൻ ഇനിയുള്ള ദിവസങ്ങളിലും കഴിയട്ടെ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അത്തരം തിരുത്തലുകളുടേതായ സൂചനകളല്ല വരുന്നത് എന്നതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ഏതായാലും നാടിന്റെ മുന്നോട്ടു പോക്കിന് സഹായകമായ എല്ലാറ്റിനും ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന എല്ലാ നടപടികൾക്കും LDFന്റെ സമ്പൂർണമായ പിന്തുണയുണ്ടാകും. അതിൽ നിന്നെല്ലാം വിപരീതമായ നടപടികളായാൽ അവയെ ശക്തമായി എതിർക്കുകയും ചെയ്യും. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് അതുമായി ബന്ധപ്പെട്ട് ഞാൻ കടക്കുന്നില്ല. LDF ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനിടയായ കാരണങ്ങൾ LDFലെ എല്ലാ ഘടകകക്ഷികളും വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 100 സീറ്റ് എന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് കിട്ടുന്ന ഒന്നല്ല. ഈ ഗവൺമെന്റ് അധികാരത്തിലേറുന്ന ദിനം വന്നപ്പോ AK ആന്റണി അന്ന് ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നവർക്ക് നൽകിയ പരസ്യമായൊരു ഉപദേശമുണ്ട്. അത് അദ്ദേഹം പണ്ട്
100 സീറ്റ് നേടി അധികാരത്തിലേറിയ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു. അന്ന് ആന്റണി 100 ആവേശത്തിൽ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അത് ഒരു 100 വർഷത്തേക്ക് ഇനി LDF കേരളത്തിൽ അധികാരത്തിലുണ്ടാകില്ല എന്നതായിരുന്നു. എന്തൊക്കെ സംഭവിച്ചു എന്നത് പിന്നീട് നാം കണ്ടതാണ്. അങ്ങനെ പ്രഖ്യാപിച്ച ആന്റണിക്ക് തന്നെ ആ ഭരണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതും നമ്മുടെ നാടിന്റെ അനുഭവത്തിലുള്ളതാണ്. എന്തെല്ലാം കാര്യങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ നാം കണ്ടിട്ടുണ്ട് എന്നതിന്റെ കൂടുതൽ വിശദമായ കാര്യങ്ങളിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഒരു പരാജയം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്നല്ല LDF കാണുന്നത്. ഒരു ഭരണം നാടിന് 10 വർഷം തുറന്നപ്പോ നമ്മുടെ സംസ്ഥാനത്തിന്റെ അനുഭവത്തിൽ അതീവ പുതുമയുള്ളൊരു കാര്യമായിരുന്നു. കാരണം 5 വർഷം കൂടുമ്പോ ഭരണം മാറി വരുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിലുണ്ടായിരുന്നത്. അതാണ് 2016 മുതൽ 21 വരെയുള്ള കാലം വന്നപ്പോ ആ 21 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരുത്തിയത്. ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പും ഭരണമാറ്റത്തിനു വേണ്ടി ആ കാലത്തും നടത്തിയതായിരുന്നു. പക്ഷേ ജനങ്ങൾ തീരുമാനിച്ചു LDF തുടരട്ടെ. എന്നാൽ പിന്നീടുള്ള 2021 മുതൽ 5 വർഷക്കാലം നാം കണ്ട ഒരു കാര്യമുണ്ട്. 2021 മുതൽക്ക് തന്നെ കൃത്യമായ ചില പ്രതീതികൾ സൃഷ്ടിക്കാനുള്ള ശ്രമം വിവിധ കേന്ദ്രങ്ങളിലൂടെ ആരംഭിച്ചിരുന്നു. കേരളത്തിലെ വലതുപക്ഷ ശക്തികൾ അത് കേവലം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നവയാണ് എന്ന് നാം തെറ്റിദ്ധരിക്കരുത്. നമുക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്. ഒരു കാലത്ത് കോൺഗ്രസ് ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായിരുന്നു ഇന്ത്യയിൽ. ആ ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത ആ ശക്തിയെ ആദ്യം ചോദ്യം ചെയ്തത് ഈ കേരളത്തിൽ നിന്നായിരുന്നു. 1957 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനങ്ങൾ അധികാരത്തിലെത്തി. അത് കേവലമായ ഒരു സംസ്ഥാന ഭരണത്തിൽ ഒരു പാർട്ടി എത്തൽ എന്നത് മാത്രമായിരുന്നില്ല. ലോകത്താകെയുള്ള രാഷ്ട്രങ്ങളെടുത്താൽ ആ രാഷ്ട്രങ്ങളിൽ ഏറ്റവും പുതുമയുള്ള ഒന്നാണ് പാർലമെന്ററി ജനാധിപത്യത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേറുക എന്നത്. അതാണ് ഒരു സംസ്ഥാനത്തുമായ കേരളത്തിൽ അന്ന് സംഭവിച്ചത്. സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷക്കാർക്കും പുരോഗമന ചിന്താഗതിക്കാർക്കുമെല്ലാം നല്ല ആവേശം ആ ഘട്ടത്തിലുണ്ടായി. പക്ഷേ നേർവിപരീതമായ വികാരം കേരളത്തിലെ വലതുപക്ഷങ്ങളിലാകെ ഉണ്ടായി. അത് കേരളത്തിലെ വലതുപക്ഷത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, രാജ്യത്തേക്ക് അത് വ്യാപിച്ചു. എന്നാൽ രാജ്യത്ത് മാത്രമല്ല അത് നിന്നത്. അതിന്റെ ഭാഗമായി ലോകത്തുള്ള വലതുപക്ഷ ശക്തികൾക്ക് നേതൃത്വം കൊടുക്കുന്നവര് ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി. നമ്മുടെ ലോകത്ത് ഇന്ത്യ എന്ന രാജ്യത്തിനകത്ത് ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയിരിക്കുന്നു. ആ ഗവൺമെന്റ് ജനങ്ങൾക്കാകെ ഉപകാരപ്രദമായ, ജനങ്ങളാകെ പിന്താങ്ങുന്ന ഒട്ടേറെ നടപടികൾ, ഉപരിഷ്കരണം പോലുള്ള, വിദ്യാഭ്യാസ പരിഷ്കരണം പോലുള്ള ഒരുപാട് കാര്യങ്ങൾ നടപ്പാക്കുന്നു. ഇത് നമുക്ക് ആപത്താണ്. ആർക്ക്? വലതുപക്ഷത്തിന്. അവർ തീരുമാനിക്കുന്നു ആ ഗവൺമെന്റ് തുടരാൻ പാടില്ല, ആ ഗവൺമെന്റിനെ അട്ടിമറിക്കണം. എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും പലപ്പോഴും ഇത്തരം കാര്യങ്ങളുടെ ഗൗരവം നമ്മൾ ആലോചിക്കാറില്ല. അവരടങ്ങി നിന്നില്ല. കേരളത്തിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ആവശ്യമായ മറ്റ് ഇടപെടലുകളിലേക്ക് കടന്നു. നേരിയ ഭൂരിപക്ഷം മാത്രമാണ്. ആ നേരിയ ഭൂരിപക്ഷം ഇല്ലാതാക്കാനാകുമോ എന്ന ഒരു ശ്രമം നടത്തി നോക്കി. അതൊന്നും ഏശിയില്ല. എല്ലാവരും നല്ല
ദൃഢതയോടെ ഉറച്ചു നിന്നു. അങ്ങനെയാണ് CIA നേരിട്ടുള്ള ഇടപെടൽ ഇവിടെ വരുന്നത്. കേരളം പോലെ ഒരു സംസ്ഥാനത്തിനകത്ത് ഒരു സംസ്ഥാന ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുണ്ടായാൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് എന്ത് അപകടമാണ് വരാനുള്ളത്? അവരങ്ങനെയല്ല ചിന്തിച്ചത്. അതും പാടില്ല, അതുപോലും പാടില്ല എന്നതായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ആർക്കും ചോദ്യം ചെയ്യപ്പെടാനാകാത്ത രീതിയിൽ CIA ഇടപെട്ടു എന്ന കാര്യം പരക്കെ അംഗീകരിക്കപ്പെടുന്നത്. ഇതിവിടെ മാത്രമല്ല, എവിടെയൊക്കെ ഇടതുപക്ഷ ഗവൺമെന്റുകൾ ശക്തമായോ പടിഞ്ഞാറൻ ബംഗാളിൽ ഒരു ഘട്ടത്തിൽ ഇതേ ആരോപണം ഉയർന്നു വന്നു. അപ്പോ ആ തരത്തിൽ ശക്തമായിട്ടാണ് വലതുപക്ഷം ഇടപെടാറുള്ളത്. ഇത് ഒരു ടേം 2016-21 വരെ ഒരു ടേം എന്നത് വിവിധ ഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. ആ ഒരു ടേമിനപ്പുറം മറ്റൊരു ടേം കൂടി LDF ഭരിക്കുക, ഒരു ഇടതുപക്ഷ ഭരണം ഉണ്ടാവുക, അത് വലതുപക്ഷത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2021 തൊട്ട് അവരെ ആളുകളിൽ ഇതുമായി ബന്ധപ്പെട്ട തെറ്റായ ചിത്രങ്ങൾ ഏതെല്ലാം തരത്തിൽ സൃഷ്ടിക്കാനാകുമോ അതിനാവശ്യമായ നടപടികളെല്ലാം സ്വീകരിച്ചു പോകുന്നുണ്ടായിരുന്നു. പല തരത്തിലാണ് ആ നടപടികൾ നീങ്ങിയത്. അതിന്റെ ഭാഗമായി ഒരു ചിത്രം മെല്ലെ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അതായത് ജനാധിപത്യത്തിന്റെ സൗകുമാര്യം പൂർണ്ണമായി ആസ്വദിക്കണമെങ്കിൽ ഇടക്കിടക്ക് ഗവൺമെന്റ് മാറണം. ഒരേ ഗവൺമെന്റ് തുറന്നാൽ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടും. ഒരു മാറ്റം ആവശ്യമല്ലേ? 10 വർഷമായില്ലേ ഈ ഒരു ചിന്ത? അത് വലിയ തോതിൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം മറ്റൊട്ടേറെ കാര്യങ്ങളോടൊപ്പം നടക്കുകയും ചെയ്തു. ഏതായാലും ജനങ്ങൾ വിധി പ്രഖ്യാപിച്ചു. അത് ഭരണം മാറട്ടെ എന്നുള്ളത് തന്നെയാണ്. അതിനോടുള്ള ഞങ്ങളുടെ സമീപനമാണ് ഞാൻ നേരത്തെ വ്യക്തമാക്കിയത്. ഇത് ഏതെങ്കിലും തരത്തിൽ ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെ മുഖവിലക്കെടുത്തുകൊണ്ടുള്ളതല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു ജനവിധിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതിശക്തമായി LDF തിരിച്ചു വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം LDFന്റെ വിശ്വാസം, LDFിലുള്ള ജനങ്ങളുടെ വിശ്വാസം, അതിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ചില കാര്യങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ആ തെറ്റിദ്ധാരണയൊന്നും ശാശ്വതമായി നിൽക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, ജനങ്ങളുടെ കൂടെ തന്നെയുണ്ട്, ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഒപ്പം ഞങ്ങളുണ്ടാകും. അതാണ് എല്ലാ കാലത്തും ജനങ്ങളും ഞങ്ങളും തമ്മിലുള്ള പാരസ്പര്യ ബന്ധത്തിനിടയാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് ഞങ്ങളുടെ കരുത്ത്. ആ കരുത്ത് കൂടുതൽ വളർത്തുക എന്നുള്ളത് ലക്ഷ്യത്തോടെ തന്നെയാണ് LDF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതിനിടക്ക് നേരത്തെ ഇവിടെ പരാമർശിച്ച രീതിയിലുള്ള പല കാര്യങ്ങൾ സംഭവിച്ചേക്കാം എന്നുള്ളത് നാം കാണേണ്ടതാണ്. ഇത് ഒരു പുതുമയുള്ള കാര്യമല്ല. LDFനെ എതിർക്കുന്നതിന്റെ ഭാഗമായി, CPIMനെ എതിർക്കുന്നതിന്റെ ഭാഗമായി, അതിലെല്ലാം പ്രതീകമായി നിൽക്കുന്നവർക്ക് നേരെയുള്ള ആക്രമണം എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. എത്രയോ കാലമായി അത്തരം ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന അനുഭവം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കാകെയുണ്ട്. അവർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എത്രയോ കാലമായി ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ ആലോചിച്ചാൽ കാണാൻ സാധിക്കും, ഒരു ഘട്ടത്തിലും അത്തരം ആക്രമണങ്ങളുടെ ഭാഗമായി CPIMോ LDFോ ഏതെങ്കിലും തരത്തിൽ പുറകോട്ട് പോയിട്ടില്ല. ജനങ്ങളുടെ വിശ്വാസവും ജനപിന്തുണയും ഓരോ ഘട്ടത്തിലും കൂടിക്കൂടി വരിക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന് കാരണം കളങ്കരഹിതമാണ് LDFന്റെ പ്രവർത്തനം. LDFനെയും CPIMനെയും
പ്രതിനിധീകരിക്കുന്നവരുടെ പ്രവർത്തനം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏത് കടന്നാക്രമണങ്ങളെയും നമുക്ക് ഒരുമിച്ച് നിന്ന് നേരിടാനാവും. ഒരു ആശങ്കയും അത്തരം കാര്യങ്ങളിൽ ആർക്കും ഉണ്ടാകേണ്ടതില്ല. ഈ ഘട്ടത്തിൽ വളരെ കടുത്ത നടപടികളുമായിട്ടാണ് നമ്മുടെ കേന്ദ്ര ഭരണാധികാരികൾ മുന്നോട്ട് വന്നത് എന്നത് നാം എല്ലാം കണ്ട കാര്യമാണ്. ആ ഘട്ടത്തിൽ എല്ലാ ഘട്ടങ്ങളെയും പോലെ തന്നെ പാർട്ടിയും LDF-ഉം നല്ല ഉണർവോടെ ഇടപെടുകയും പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. നൽകിയ എല്ലാ പിന്തുണക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നമുക്ക് ഒരേ മനസ്സോടെ ഇനിയും മുന്നോട്ട് നീങ്ങാം എന്ന് മാത്രം പൊതുവെ അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം.